നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷത്തിൽ ഊർജം, ജീവശക്തി, അഹംബോധം, ആത്മപ്രകാശം എന്നിങ്ങനെ ഉള്ള പ്രതീകങ്ങളായിട്ടാണ് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനെ കരുതിപ്പോരുന്നത്. ആത്മീയവും ജ്യോതിഷപരവുമായി സൂര്യൻ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യവും കൽപ്പിക്കപ്പെടുന്നുണ്ട്. സമയാസമയങ്ങളിൽ സൂര്യൻ രാശിയും നക്ഷത്രവും മാറുന്നുണ്ട്. മെയ് 11 സൂര്യൻ കാർത്തിക നക്ഷത്രത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ വേദ ജ്യോതിഷ പ്രകാരം കാർത്തിക നക്ഷത്രം ഇടവം മേടം രാശികളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ അഗ്നിയാണ്. അതുകൊണ്ട് ഊർജത്തിൻ്റെ സ്രോതസ്സായിട്ടാണ് കാർത്തിക നക്ഷത്രത്തെ കാണുന്നത്. അതായത് അഗ്നിയാണ് ഊർജത്തിൻ്റെ സ്രോതസ്സായിട്ട് കാർത്തിക നക്ഷത്രത്തെ കാണുന്നുണ്ട്. കത്രികയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ചിഹ്നം. അപ്പോൾ സൂര്യൻ കാർത്തിക നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചതിലൂടെ 12 രാശികളുടെയും ജീവിതത്തിൽ, അതായത് ഈ 27 നക്ഷത്ര സമൂഹം ഉള്ളതിൽ ഈ ചില നക്ഷത്രക്കാർക്ക് അത് ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ചില നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ജീവിതത്തിൽ വളരെ സുവർണ കാലഘട്ടം എന്ന് പറയാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആര്, എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. മെയ് 11 സൂര്യൻ കാർത്തിക നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായി ഇനി ഗുണകരമായ മാറ്റങ്ങൾ വരാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ അതിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുണർദം, പൂയം, ആയില്യമാണ്. ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ രഹിതരായ ആളുകൾക്കാണ് വളരെ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. പുതിയ ജോലി ലഭിക്കാനും പണം തടയപ്പെട്ട രീതികളിൽ നിന്നെല്ലാം മോചി എന്ന് പറഞ്ഞാൽ പല മേഖലകളിൽ നിന്ന് സാമ്പത്തികമായി നമുക്ക് സഹായം ലഭിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്ന തുക നമുക്ക് കിട്ടേണ്ടതായ പല സന്ദർഭങ്ങളിൽ നിന്നും അത് തടയപ്പെട്ട് കഴിഞ്ഞിരുന്ന, അതായത് ലോണുകൾ പാസ്സാക്കാനുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെ പ്രയാസങ്ങളും പെട്ട് ഒരുപാട് വലയുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. വളരെ സമാധാനത്തിനുള്ള ഒരു സമയമാണിത്. കാരണം ഇപ്പോൾ അഡ്മിഷനൊക്കെ എടുക്കാനും ഒരുപാട് തുക വേണ്ടി വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ ലോൺ സാങ്ഷൻ ആവാൻ വേണ്ടി പാടുപെട്ട് പ്രയാസപ്പെട്ട് കഴിയുന്നവരുണ്ട്. അപ്പോൾ പല കടമ്പകൾ കടന്നിട്ടും അത് പറ്റാതെ, എന്നാൽ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ പോലും അറിയാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ നിക്ഷേപങ്ങൾ വഴി ലാഭം കൈവരിക്കുന്നതിനൊരു സമയമാണ്. നമ്മൾ നിക്ഷേപിച്ച തുകയിൽ നിന്ന് നമുക്ക് ലാഭകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. ആഗ്രഹിച്ച രീതിയിൽ പുതിയ ബിസിനസ് ആരംഭിക്കാൻ കഴിയുന്ന സമയമാണ്. ഏത് ബിസിനസ്സാണോ അത് നമ്മളാൽ പറ്റില്ല എന്ന്, അല്ലെങ്കിൽ അത് ഹ്യൂജ് എമൗണ്ട് ആണ് എന്ന് കരുതിയിരുന്ന ബിസിനസ്സൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പം ഈസിയായിട്ട് അത് ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയം എന്ന് വേണം പറയാം. അത് കരിയറിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും അങ്ങനെ സാമ്പത്തികമായി നില മെച്ചപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ് പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വരാൻ പോകുന്നത്. ഉദ്യോഗസ്ഥർക്ക് അവർ ചെയ്ത ജോലി പ്രൊമോഷൻ ലഭിക്കുന്ന, അതായത് പ്രൊമോഷൻ, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കും പ്രൊമോഷൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അർഹിക്കുന്ന പ്രൊമോഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്ന, അതായത് കുടുംബാംഗങ്ങൾക്കിടയിൽ ഊഷ്മളത കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു അവസരമാണ് മെയ് 11 മുതൽ സൂര്യൻ കാർത്തിക നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചത് മൂലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് പിതാവുമായുള്ള ബന്ധം ദൃഢമാക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് മക്കൾക്ക് പിതാവുമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹബന്ധം വളരെ ദൃഢപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. മെയ് 11 തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കാണ് വളരെയധികം ഗുണം വരുന്ന ഒരു സമയമാണ്. സൂര്യൻ കാർത്തിക നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചത് മൂലം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. തൊഴിൽ രഹിതർക്ക് പുതിയ ജോലി ലഭിക്കാനും വളരെ ഗുണകരമായ തൊഴിൽ നേടാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ശുഭഫലങ്ങൾ ലഭിക്കും. ശുഭഫലങ്ങൾക്കപ്പുറം എന്താണ് വേണ്ടത്? ശുഭകരമായ കാര്യങ്ങൾ. എന്ത് കാര്യം ചെയ്താലും തടസ്സം എന്ന് പറയുന്ന ഒരവസ്ഥ മാറി ശുഭകരമായ മാറ്റം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അടിക്കടി ധനലാഭം ഉണ്ടാകുന്ന മാർഗങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കാൻ സാധിക്കുന്ന, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തീർത്ഥയാത്രകൾ, ഒരുപാട് നാളായ ദൂരക്ഷേത്രങ്ങളിൽ, പുണ്യക്ഷേത്രങ്ങളിലൊക്കെ തീർത്ഥാടനം നടത്താൻ, അല്ലെങ്കിൽ തീർത്ഥയാത്ര പോകണം എന്ന് കരുതി, അല്ലെങ്കിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളാലും ശാരീരിക ബുദ്ധിമുട്ടുകളാലും വിഷമം
അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് വളരെ സന്തോഷ സമയമാണ്. കാരണം ഈ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ നമ്മൾ മാത്രം ചിന്തിച്ചാൽ പോരാ, ഭഗവാൻ കൂടി അദ്ദേഹത്തിന് നമ്മളെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം കൂടെ വരുമ്പോഴേ നമ്മൾക്കിതെല്ലാം നേരെയാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഭഗവാൻ നിങ്ങളെ കാണുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദർശനം നൽകുവാൻ, നിങ്ങളുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങാൻ അദ്ദേഹം കാത്തിരിക്കുകയാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച് എന്ത് കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണോ അവിടെ ക്ഷേത്രത്തിൽ പോകുന്നത്, ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. സൂര്യൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട് നിങ്ങൾക്ക് വളരെ ഒരു ഉന്നതി ഉണ്ടാകാൻ പോകുന്നെന്ന് വേണം പറയാൻ. ബിസിനസ്സിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യമാണ്. ബിസിനസ്സിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ലാഭങ്ങൾ പല മേഖലകളിൽ നിന്നും ലഭിക്കുന്നതാണ്. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം കൈവരാതെ അത് മുടക്കിയ മുതൽ പോലും നമുക്ക് കിട്ടാത്ത അവസ്ഥയിൽ പലതും പെട്ടുപോയിട്ടുള്ളവർക്കെല്ലാം നിങ്ങളിലെ ചില ആളുകൾ മുഖേന പറ്റിക്കപ്പെട്ടിട്ടുള്ളവർക്കെല്ലാം നിങ്ങളെ പറ്റിച്ച വ്യക്തി തന്നെ നിങ്ങൾക്ക് ആ പണം സ്വന്തം കാൽക്കീഴിൽ കൊണ്ടുവരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലൊരു അവസ്ഥ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക നിങ്ങൾക്ക് തന്നെ തിരിച്ചു ലഭിക്കുകയാണ്. അതുപോലെ വാഹനമോ പ്രോപ്പർട്ടിയോ ഒക്കെ വാങ്ങിക്കാൻ ഉത്രം അത്തം ചിത്ര നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടി. ചില പ്രശ്നങ്ങൾ മുഖേന ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച വസ്തു, അല്ലെങ്കിൽ ആഗ്രഹിച്ച വാഹനം, അല്ലെങ്കിൽ ആഗ്രഹിച്ച വീട്, ഭവനമൊക്കെ സ്വന്തമാക്കാൻ പറ്റാതെ വരുന്ന സമയമുണ്ട്. പക്ഷേ ആ സമയമെല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞു. എല്ലാ മേഖലകളിലും ഐശ്വര്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഉത്രം അത്തം ചിത്ര നക്ഷത്രക്കാർക്ക് മാറ്റിവെച്ച ആഗ്രഹങ്ങളെയെല്ലാം വീണ്ടും പൊടിതട്ടിയെടുത്ത് പൂർത്തീകരിക്കാനായി റെഡിയായിരുന്നുള്ളൂ. നല്ല ഐശ്വര്യപൂർണ്ണമായൊരു ജീവിതമാണ്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു സമയമാണ് വരാമെന്ന്. കുട്ടികൾക്ക് ആഗ്രഹം സാധിക്കുന്നത്, നമ്മൾ ചില സാമ്പത്തികമായി പിന്നോക്കമുള്ള ആളുകൾക്ക് വളരെ ഉന്നതമായ ചില കോഴ്സുകൾ ചെയ്യണമെന്നും ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് പറ്റിയ നല്ല ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആ സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ടായത്. ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, നിങ്ങൾക്ക് പല വഴിയിൽ നിന്നും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സൂര്യൻ്റെ കാർത്തിക നക്ഷത്രത്തിലേക്കുള്ള പ്രവേശന നിമിത്തം ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാൻ പോകുന്ന നക്ഷത്രക്കാരെ അടുത്തത് ഉത്രാടം പൂരം നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രം ജനിച്ചവർക്ക് ജീവിതത്തിലും ബിസിനസ്സിലും വളരെയധികം മേന്മകളും നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. സമൂഹത്തിൽ വിലയും നിലയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വിലയും നിലയും എന്ന് പറയുന്നത് തന്നെ ഒരു സമ്പത്തിൻ്റെ ആയാലും എല്ലാത്തിൻ്റെ ഒരു പ്രൗഢിയുടെ ആഠ്യത്വത്തിൻ്റെ ഒരു മഹിമ കാണിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുന്നെങ്കിൽ പിന്നെ എന്ത് വേണം? മറ്റുള്ളവരുടെ കണ്ണിൽ സ്വന്തം സന്തോഷം തന്നെ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കണ്ണിൽ അവനെല്ലാം നേടി, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുടെ ഇടയിൽ സ്വീകാര്യത ലഭിക്കുക എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർ മാനിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലും പുരോഗതിക്കുള്ള അവസരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ അഭിവൃദ്ധി നിങ്ങൾക്ക് തന്നെ പ്രകടമാകുന്നത്. അത് മനസ്സിലാക്കിയതിന് ശേഷം അതിന് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം മുന്നേ ഉള്ള കാര്യങ്ങളും അതിനുശേഷം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന. ജോലിക്കായി പരിശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ്. വളരെ സന്തോഷമായിട്ടിരിക്കും. ഒരുപാട് എക്സാമുകൾ, ഒരുപാട് ടെസ്റ്റുകളൊക്കെ എഴുതിയിരിക്കുന്ന ആളുകൾക്ക് ആഗ്രഹിക്കുന്ന ജോലി തന്നെ നിങ്ങളുടെ മുൻപിൽ ദൈവം കൊണ്ടുതരുന്ന ഒരു സമയം എന്ന് വേണം ഇതിനെ പറയാനായിട്ട്. അതിനപ്പുറം ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത്രയ്ക്ക് നല്ലൊരു അവസരവും സമയവുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. സൂര്യൻ അത്ര ഊർജ്ജസ്വലൻ, അല്ലെങ്കിൽ അത്ര പവറോട് കൂടിയാണ് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, മനസ്സ് സന്തോഷമായി, സുഖമായി, സമാധാനത്തോട് മുന്നോട്ട് പോകട്ടെ. നന്ദി, നമസ്കാരം.